ലെറ്റ്സ് മേക്ക് ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് എന്നല്ല, എങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഒരു 400 അല്ലെങ്കിൽ ഒരു 500 ഗ്രാം ബസ്മതി റൈസ് എടുക്കുക. ആൻഡ് അത് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് പോകാം. ചിക്കൻ എടുക്കുന്ന സമയത്ത് ഒരു 500 അല്ലെങ്കിൽ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെഗ് പീസ് നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പീസസ് നോക്കി എടുക്കുക. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പീസ് എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ വേവാവാൻ കുറച്ച് കഷ്ടമാണ്. സോ ചെറിയ പീസ് എടുക്കുക. ഇനി ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ഇടുക. പിന്നെ അതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ 4 സവോള എടുത്തിട്ടുണ്ട്. ആ 4 സവോള എടുത്തതിൻ്റെ പകുതി, അതായത് 2 സവോള നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം വാട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ബേ ലീഫ്, ഒരു കറുവപ്പട്ട, പിന്നെ 4 ഗ്രാമ്പു, 2 പൊട്ടിച്ച ഏലക്ക, പിന്നെ ജാതിക്കയുടെ പൂവ്, അങ്ങനെയുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 അല്ലെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവോളയുടെ ബാലൻസ് ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സവോളയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. വാട്ടിയെടുക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇവിടെ മുളക് പൊടി ചേർക്കാൻ. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം അതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വിടുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഗ്രേവിയൊക്കെ ചിക്കനിൽ മിക്സ് ആകുന്ന പോലെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചിക്കൻ വേവാകുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഇവിടെ റൈസ് കൂടി പാകമാക്കി എടുക്കാം. സോ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 2 കപ്പ് റൈസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു 2/4 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പിന് അടുത്തായിട്ട് നമുക്ക് വെള്ളം എടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ ചെയ്യുമ്പോൾ ഇട്ട പോലെ തന്നെ ഒരു ബേ ലീഫ്, ഒരു കറുവപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ജാതിക്കയുടെ പൂവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുക. എന്തിനാണ് ലെമൺ ജ്യൂസ് ഒഴിക്കണമെന്ന് വെച്ച് ഈ വരുന്ന റൈസ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ, അത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം ഫ്രൈ ചെയ്ത ഒനിയൻ കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വെള്ളം തിളയ്ക്കാറാവുന്ന സമയത്ത് അതിലേക്ക് റൈസ്, നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ച് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ പാത്രം നമുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് നോക്കാം. ചിക്കൻ അപ്പോഴേക്കും ഒരു ഹാഫ് വേവായിട്ട് മാറിയിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. ചിക്കനും അതേപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ചിക്കൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നമ്മൾ ബിരിയാണിക്ക് എന്ത് വേണം എന്ന് വെച്ചാൽ ചിക്കൻ ഒരുപാട് ഡ്രൈ ആവാനായിട്ട് പറ്റില്ല. അത്യാവശ്യം കുറച്ച് വെള്ളം വേണം. ആ വെള്ളം കൺസിസ്റ്റൻസി അവിടെ ഉണ്ടോയെന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാക്സിമം ഒരു 2 to 6 മിനിറ്റിനുള്ളിൽ നമ്മൾ റൈസ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ വെള്ളം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് പുതിന ഇട്ട് കൊടുക്കുകയാണ്. ഈ പുതിന നമ്മളുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരും. പുതിന ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മളൊരു ദം ബിരിയാണി സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വന്നിട്ട് റൈസ് ഇട്ട് കൊടുത്ത് ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഫിൽ ചെയ്ത് വെച്ച ശേഷം ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 ഓനിയൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മേലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു യെല്ലോ കളർ ഈ ബിരിയാണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് വരെ ഞാൻ പാത്രം അടച്ച് വെക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് പാത്രം അടച്ച് വെക്കുക. അതിനുശേഷം ഒരു 15 അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു 20 to 30 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം സർവ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.